ഓക്കെ ഗായ്സ് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഗൈസ് വീട്ടിലെന്തായാലും ചുമ്മാ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഷിൻചാനും പിൻചാനും ഗ്രാനി ടൈഗറും എല്ലാവരും കൂടെ എന്തായാലും ഗൈസ് ഇന്ന് എന്തായാലും ഏതോ ഒരു വീടിൻ്റെ പാലുകാച്ചിനുകളൊക്കെ എന്തായാലും പോയേക്കാണ് കേട്ടോ. അവരാണെങ്കിൽ നമ്മളെന്തായാലും വിളിച്ച പോലും ഇല്ല കേട്ടോ. അവരെന്തായാലും രാവിലെ തന്നെ എന്തായാലും പോയിട്ട് രാവിലെ തൊട്ട് എന്തോണം പാലുകാച്ചിനുകളൊക്കെ എന്തായാലും ഉള്ളതെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ നമ്മൾ എണീറ്റപ്പോൾ ഇവിടെ ആരെയും തന്നെ കാണാമല്ലോ ഓക്കെ. നോക്കിയപ്പോഴാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ആരെയും തന്നെ കാണാമല്ലോ. ഷിൻചാനെ പിൻചാനെ ഗ്രാനിയെ ടൈഗറിനെ ആരെയും കാണാമല്ലോ ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ പിങ്ചാനെ നമ്മൾ നൈസായിട്ട് എന്തായാലും വിളിച്ചോക്കെ. നമ്മുടെ ഷിൻചാൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് എന്തായാലും പോയതുകൊണ്ട് പിങ്ചാനെ നൈസായിട്ട് എന്തായാലും വിളിച്ചോക്കെ. അവൻ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരു ഏതാണ് പാലുകാച്ചിന് കളൊക്കെ പോയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർ നമ്മളെന്തായാലും വിളിച്ചില്ല ഗൈസ് ഓക്കെ. അത് മാത്രമല്ല ഗൈസ് ഓക്കെ, അവരാണ് ഇഷ്ടം പോലെ പൈസ നമ്മുടെ ആ ഫോണിൽ നിന്ന് എടുത്തിട്ട് എന്തായാലും പോയി ഗൈസ് ഓക്കെ. നമ്മുടെ ഏതാണ് ഫോണിൻ്റെ പാസ്വേഡുകളൊക്കെ നമ്മുടെ ഗ്രാനി പിന്നെയും കണ്ടുപിടിച്ചത്. എന്ത് കഷ്ടമാണല്ലോ ഓക്കെ. ഞാൻ എപ്പോഴും ഫോണിൻ്റെ പാസ്വേഡ് മാറ്റിയാലും ഗ്രാനി ഒന്ന് കണ്ടുപിടിക്കും ഗൈസ് ഓക്കെ. ഗ്രാനിയുടെ കുഴപ്പം അതാണ് ഓക്കെ. ഇനി പവർഫുൾ പാസ്വേഡ് എന്നാലും ഇടണം ഗൈസ് ഓക്കെ. ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതി ഓക്കെ. ഞാൻ മറ്റേ ഫിംഗർ പ്രിൻറ്റ് ഇട്ടാലാന്ന് ആരെയാണ് ഞാൻ മറ്റേതാണ് പാറ്റേൺ ലോക്കും പിന്നെ മറ്റേ അല്ലാത്ത നമ്മുടെ നമ്പർ പാസ്വേഡ് ലോക്കൊക്കെയാണ് ഇടണമെന്ന് വെച്ചാൽ ഓക്കെ. അതിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അത് ഈസിയായിട്ട് കണ്ടുപിടിക്കും ഓക്കെ. ഫിംഗർ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കൈ വെച്ചാലേ അത് ഓണാവത്തുള്ളൂ ഓക്കെ. അതുകൊണ്ട് തന്നെ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്താലാന്ന് ആലോചിക്കണം ഓക്കെ. എൻ്റെ ഫോണിൽ നിന്ന് ഏകദേശം ഒരു 5000 രൂപ എന്തോ വിഡ്രോ ചെയ്തിട്ടുണ്ട് ഓക്കെ. നമ്മുടെ ഗ്രാനികളൊക്കെ എന്തായാലും ഏതാണ് അതെടുത്തിട്ട് എന്തായാലും ഗ്രാനിയുടെ ഫോണിലോട്ട് എന്തായാലും ആക്കിയിട്ട് എന്തായാലും ഉണ്ട് ഓക്കെ. എൻ്റെ ഫോണിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് ഓക്കെ. എന്തായാലും നല്ല പണിയാണ് ഇവർ രണ്ടുപേരും കാണിച്ചതെന്ന് വെച്ചാൽ ഓക്കെ. ഗ്രാനി ഷിൻചാനും പിങ്ചാനും ടൈഗറും ഓക്കെ. അവരെന്നിട്ട് എന്നെ വിളിച്ചില്ല. എന്നാൽ കുഴപ്പമില്ലായിരുന്നു, പൈസ എടുത്തോട്ടെ ഓക്കെ. ഞാൻ ഇനി ഒരിക്കലും കൊടുക്കില്ല, ഒരു പൈസ പോലും കൊടുക്കില്ല. 5000 രൂപയാണ് എൻ്റെ എടുത്തിട്ട് പോയെന്ന് വെച്ചാൽ ഓക്കെ. ഞാനാണിവിടെ ബോറടിച്ച് വീട്ടിൽ ചെയ്യണം ഓക്കെ. അത് മാത്രമല്ല ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട് ഓക്കെ. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു സ്വിഫ്റ്റ് കണക്ക് ഉണ്ടായിരുന്നല്ലോ ഗൈസ്, സ്വിഫ്റ്റ് ഓക്കെ. ആ സ്വിഫ്റ്റ് എടുത്തോണ്ടാണ് ഗ്രാനി ഷിൻചാനും പിങ്ചാനും ടൈഗറും പോയേക്കണെന്ന് വെച്ചാൽ ഓക്കെ. ഇവർക്കെല്ലാം ഓട്ടോ ബസ്സാവെല്ലാം പിടിച്ച് വയ്ക്കൂടെ ഓക്കെ. ഏകദേശം അടുത്ത് തന്നെ. എന്നിട്ട് ഒരു കാർ എടുത്തുകൊണ്ടാണ് ഗ്രാനി പോയെന്ന് വെച്ചാൽ ഓക്കെ. ചുമ്മാ പട്ടിച്ച് കാണിക്കാൻ വേണ്ടി ഓക്കെ. നമ്മുടെ ഏതാണ് ഗ്രാനിയുടെ ഒരു സ്കൂട്ടറും കണക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഹീറോയുടെ പ്ലഷർ ഓക്കെ. അത് സർവീസിന് കൊടുത്തേക്കാണ് ഓക്കെ. ഞാൻ മര്യാദയ്ക്ക് നടന്നു പോകാനായിട്ടെന്നാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഓക്കെ. അഥവാ എവിടെയെങ്കിലും പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയരുത് ഓക്കെ. അഥവാ ഞാൻ വിചാരിച്ചു അവർ നടന്നോ ബസ്സിലോ ഓട്ടോയിലോ അല്ലോ പോകുന്നതാണ് ഞാൻ വിചാരിച്ചോക്കെ. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആ സ്വിഫ്റ്റ് കാണുമല്ലോ ഓക്കെ. അത് അവർ തന്നെയാണ് എടുത്തിട്ട് പോയത് ഓക്കെ. എന്തായാലും നമ്മളെന്തായാലും ഇവിടെ ബോറടിച്ച് തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഗ്രാനി ഷിൻചാനും പിങ്ചാനും ടൈഗറും കാണിച്ച വല്ലാത്ത കഷ്ടമായി പോയിട്ട്. എന്ന് വെച്ചാൽ എന്നെ അവർ വിളിച്ചില്ല ഇതൊക്കെ. എൻ്റെ പൈസ വേണം എന്നിട്ട് എന്നെ വിളിച്ചില്ല ഓക്കെ. അതെന്ത് പരിപാടിയാണ് അതൊക്കെ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എവിടെയെങ്കിലും പോട്ടെ ഓക്കെ. എന്തായാലും നമ്മളിവിടെ എന്തായാലും ബോറടിച്ച് എന്തായാലും നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും തന്നെ എന്തായാലും ഇല്ല ഓക്കെ ഗൈസ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫോണിലോട്ട് എന്തോ ഒരു മെസ്സേജ് കണക്കെ എന്തായാലും വന്നിട്ടുണ്ട് ഓക്കെ ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഗൈസ് ഒരു മിഷന് കണക്കെയാണ് ഓക്കെ. നമുക്ക് എന്തായാലും ഒരു മിഷന് കണക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണ് മിഷനെന്ന് എനിക്ക് എന്തായാലും അറിഞ്ഞുകൂടാ ഗൈസ് ഓക്കെ. നമുക്കെന്തായാലും ഈ ഒരു മിഷന് കണക്ക് എന്താണെന്ന് വായിച്ചു നോക്കാം ഓക്കെ ഗായ്സ് ഓക്കെ. നമ്മളിങ്ങനെ ആ ഒരു മിഷനുകളൊക്കെ ഫയലിൽ ഇങ്ങനെ ഫുള്ളായിട്ട് എന്തായാലും വായിച്ചെന്നാലും നോക്കിയിട്ടെന്നാലും ഉണ്ട് ഓക്കെ. നമുക്കെന്തായാലും 2 മിഷനുകളൊക്കെ എന്തായാലും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും കിട്ടുന്ന കേട്ടാ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഓക്കെ, നമ്മളിപ്പോൾ 2 മിഷനുകളൊക്കെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ മൾട്ടിവേഴ്സിലോട്ട് പോകാൻ പറ്റുമെന്നാണ് ഗൈസ് എന്തായാലും ഈ ഒരു മിഷനിൽ കണക്കെ പറയണമെന്ന് വെച്ചാൽ ഓക്കെ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ മൾട്ടിവേഴ്സിലോട്ട് നമുക്ക് എന്തായാലും പോകാനായിട്ട് എന്തായാലും പറ്റി ഗൈസ് ഓക്കെ. അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ ഓക്കെ. നമുക്കപ്പോൾ നേരെ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം ഗൈസ് ഓക്കെ. പക്ഷെ എൻ്റെ ആളി നമുക്കെന്തായാലും ഇന്ത്യയുടെ മൾട്ടിവേഴ്സിലോട്ടൊക്കെ പോകാനായിട്ട് പറ്റുമോ ഓക്കെ. അങ്ങനെയൊക്കെ ഉണ്ടോ സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് ഓക്കെ. നമുക്കെന്തായാലും ഇന്ത്യയുടെ മൾട്ടിവേഴ്സിലോട്ട് എന്നാലും പോകാൻ വേണ്ടിയിട്ട് ഒരു പാസ് പോലത്തെ ഒരു സംഭവമാണ് ഈ മിഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ കിട്ടുകയെന്ന് വെച്ചാൽ ഓക്കെ. എന്താണ് മിഷൻ എന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ആണെങ്കിൽ കാർ വെച്ച് 10 ആൾക്കാരെ എന്നാലും ഇടിച്ചെന്തായാലും കൊല്ലണം ഗൈസ് ഓക്കെ. ഇടിച്ച് മൊത്തത്തിൽ അങ്ങ് കൊന്നുകളയണം ഓക്കെ. എന്നാൽ നമുക്കെന്തായാലും ആ ഒരു മിഷൻ കണക്ക് എന്തായാലും കംപ്ലീറ്റ് ആവുന്നതാണ് ഓക്കെ. ഇവിടെ ഇപ്പോൾ എന്തായാലും ആദ്യത്തെ ആളെയും കണക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ അല്ല ഓക്കെ, 2 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് ഓക്കെ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരാളെ ഞാൻ എന്തായാലും ഇടിച്ചെന്തായാലും ഇട്ടിട്ടുണ്ട് ഓക്കെ. 2ാമത്തെ ആളെ ഇടിച്ചിട്ടുണ്ട് ഓക്കെ. 3ാമത്തെ ആൾ ഇതാ പോകുന്നുണ്ട് ഓക്കെ. അയാളെ ഇടിച്ചിട്ടുണ്ട് ഓക്കെ. നമുക്ക് 10 ആൾക്കാരെ മൊത്തം എല്ലാം കൂടി ഇടിച്ചെന്തായാലും കൊല്ലണം ഓക്കെ. ഇവിടെ ഇപ്പോൾ ഞാൻ 3 ആൾക്കാരെ ഇടിച്ചിട്ടുണ്ട്. ആൾക്കാരെ പിന്നെ കൊല്ലാൻ പിന്നെ എളുപ്പമാണ് ഓക്കെ. അങ്ങനെ 4ാമത്തെ ആളിനെ ഇടിച്ചെന്തായാലും ഞാൻ കൊന്നിട്ടുണ്ട് ഓക്കെ. ഇനിയിപ്പോൾ 5ാമത്തെ ആളാണ് ഓക്കെ. 5ാമത്തെ ആളെ ഇടിച്ചു കൊന്നിട്ടുണ്ട് ഓക്കെ. 6ാമത്തെ ആൾ ഇതാണ്ട് അവിടെ പോകുന്നുണ്ട് ഓക്കെ. 6ാമത്തെ ആളെയും കൊന്ന് ഓക്കെ. 7ാമത്തെ ആൾ കണക്ക് ഇതാ പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ. 7ാമത്തെ ആളിനെയും കൊന്ന് 8ാമത്തെ ആളിനെയും കൊണ്ട്. ഇതെന്താണ് സീൻ എൻ്റെ പൊന്ന്, ഞാനും കൂടെ വേണ്ട വീണ്. അതെന്താണല്ലേ ഓക്കെ ഗൈസ്. നമ്മളെന്തായാലും മൊത്തം എല്ലാം കൂടെ നമ്മളെന്തായാലും ഏതാണ് ഓക്കെ 8 ആൾക്കാരെയും കണക്ക് കൊന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി 2 ആൾക്കാരെയും കൂടെ കൊന്നു കളഞ്ഞാൽ നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു
മിഷനുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നതായിട്ട്. ഭയങ്കര സിമ്പിൾ മിഷനാണ് കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ മിഷൻ സത്യത്തിൽ 3 മിഷനുണ്ട് ഗൈസ്. ഓക്കെ, 3 ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയാലേ നമ്മുടെ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. 3 ടാസ്ക് ഉണ്ട്. ഓക്കെ, 2 ഹാർഡായിട്ടുള്ള ടാസ്കും പിന്നെ ഒരു സിമ്പിൾ ടാസ്കും. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും 8 ആരം ഇടിച്ച് കൊന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 2 പേരെയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ കഴിഞ്ഞ ഗൈസ്. ഓക്കെ, രണ്ടാമത്തെ ടാസ്ക് ഇച്ചിരി സീനാണ് കേട്ടോ. മൊത്തം അവിടെ 3 ടാസ്കുകളെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി ഒരാളെയും കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടാസ്കുകളൊക്കെ എന്തായാലും കംപ്ലീറ്റ് ആവും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് എന്തായാലും നമ്മൾ എത്രയാണ് 10 ആൾക്കാരെ ഞങ്ങളൊക്കെ എന്തായാലും ഇടിച്ച് എന്തായാലും കൊന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ആളെ വണ്ടിയുടെ ലുക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. മൊത്തം പൊളിഞ്ഞ് തവിട് പൊടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ 10 ഏതെങ്കിലും കാർ എന്തായാലും നശിപ്പിച്ച് കളയണമെന്നാണ് ഈ ഒരു മിഷനിൽ നിങ്ങളൊക്കെ പറയണമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു 10 കാറുകളൊക്കെ മുഴുവനായിട്ട് എന്തായാലും നശിച്ചെന്തായാലും കളയണം. ഏത് കാറായാലും മതി. ഓക്കെ, ഇന്ന കാറൊന്നും അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു ഏതാണ് കൊനിക്സൺ പോകുന്നുണ്ട്. ഇതിനെ എന്തായാലും കത്തിച്ചളയാം. ഓക്കെ ഇവിടെ ഇപ്പോൾ എന്തായാലും അടുത്ത വണ്ടികളൊക്കെ നമ്മളെന്തായാലും കത്തിക്കാനായിട്ട് എന്തായാലും പോവേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടികളൊക്കെ നൈസായിട്ട് എന്തായാലും കത്തിക്കാം. ഇത് കത്തിച്ച് ഇനി അതും കൂടെ എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അതും കൂടെ കത്തിക്കാം. യെസ് ഗൈസ്, അങ്ങനെ 3 വണ്ടികളൊക്കെ ഫൈനലി അങ്ങനെ കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും എത്ര ഒരു 7 വണ്ടിയും കൂടെ എന്തായാലും ഉണ്ടോക്കെ. 7 കാറും കൂടെ കത്തിച്ച് കഴിഞ്ഞാൽ സംഭവം. ഓക്കെ എന്തായാലും അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കാറ് പോകണം. ഓക്കെ, നമ്മൾ ഓരോ പ്രാവശ്യം ഇറങ്ങി കത്തിക്കണം. ഓക്കെ ഇവിടെ നിന്ന് 3 കാറ് കിട്ടി. ഇതിന് മൊത്തത്തിന് ഞാൻ കത്തിച്ചളയാം. ഓക്കെ, ആദ്യത്തേന്ന് വെച്ചാൽ ഈ എൻഡവറാണ്. ഓക്കെ, ഇതെന്തായാലും നമുക്കെന്തായാലും കത്തിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ 4ാമത്തെ വണ്ടി കത്തിച്ച് 5ാമത്തെ വണ്ടി കത്തിച്ച് 6ാമത്തെ വണ്ടി ഇതാ പോണം. ഓക്കെ, 6ാമത്തെ വണ്ടി കത്തിച്ച്. ഓക്കെ, 7ാമത്തെ വണ്ടി ഇതാ പറഞ്ഞേ. അത് കത്തിയില്ല. 7ാമത്തെ വണ്ടി കത്തിച്ച്. അതെന്താണ് കൊള്ളാത്ത. ഓക്കെ, 7ാമത്തെ വണ്ടി കത്തിച്ച്. 8ാമത്തെ വണ്ടിയോടാ 8ാമത്തെ വണ്ടി കിട്ടിയില്ല. ഓക്കെ, നമുക്കാണെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ കത്തിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, പക്ഷെ നമ്മളങ്ങനെ ചെയ്യൂല. ഓക്കെ, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറാണ്. ഓക്കെ, നമ്മളങ്ങനെ 7 കാറ് കത്തിച്ചു. ഓക്കെ, 8ാമത്തെ 9ാമത്തെ 10ാമത്തെ വണ്ടി കിട്ടി ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഏറ്റവും അറ്റത്തോടെ എൻ്റെ ഉറങ്ങ കത്തിച്ചളയാം. ഓക്കെ, അല്ലെങ്കിൽ ആ സാധനം പോവും. ഓക്കെ യെസ്, 8ാമത്തെ വണ്ടി കത്തിച്ച് 9ാമത്തെ വണ്ടി കത്തിച്ച് 10ാമത്തെ വണ്ടി കത്തിച്ച്. ഓക്കെ യെസ് ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ 10 വണ്ടി നമ്മളങ്ങനെ കത്തിച്ചിളങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നൈസായിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ 10 വണ്ടിയും കത്തിച്ചിളങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരേ ടാസ്കും കൂടെ എന്തായാലും ഉള്ളൂ. ഈ ടാസ്ക് കൂടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്തായാലും നമ്മുടെ ഇന്ത്യയുടെ മൾട്ടിവേഴ്സിലോട്ട് എന്തായാലും പോകാനായിട്ട് എന്തായാലും പറ്റുന്നത് കേട്ടോ. അതെന്തായാലും പൊളിയായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ മൾട്ടിവേഴ്സ് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ഈ വീഡിയോ ഇതിലായിട്ട് ആരെയും ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് കണക്ക് നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഫൈനൽ അങ്ങനെ 3 ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും മൾട്ടിവേഴ്സിലോട്ട് എന്തായാലും പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, അപ്പോൾ മൾട്ടിവേഴ്സിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ ഈ ഒരു ഗേറ്റ് പറഞ്ഞ ഈ ഒരു പോർഷനിൽ കണക്ക് നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു ഗ്ലിച്ച് പോലെ സംഭവം ഒന്ന് അടിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെന്തായാലും എന്തായാലും പോകുമെന്നാണ് ആ ഒരു ടാസ്കിൽ കണക്ക് പറഞ്ഞെന്ന് വെച്ചാൽ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിക്കണമല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് എന്തായാലും ഗ്ലിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, മിക്കവാറും നമ്മളെന്തായാലും മൾട്ടിവേഴ്സിലോട്ട് പോകുമായിരിക്കും. എനിക്ക് അറിയണം, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മുടെ ഫ്രാങ്ക്ലിനും കണക്ക് എന്തായാലും എങ്ങോട്ടോ എന്തായാലും ടെലിപ്പോർട്ട് കണക്ക് എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. ഇത് എവിടെയാണ്? ഇതെന്താണ് ഗൈസ്? ഓക്കെ ഗൈസ്, ആ ഒരു മിഷനിൽ പറഞ്ഞ ആ ഒരു സംഭവം സത്യത്തിൽ നമ്മൾ പറ്റിച്ചതാണെന്ന് തോന്നണം കേട്ടോ, സത്യം പറഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ വന്നത് നമ്മുടെ വീട്ടിൽ തന്നെയല്ലോ. ഇതെന്താണ്? എൻ്റെ പൊന്നെ, നമ്മുടെ വീടൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഇത് നമ്മുടെ ഡിഫൻഡർ അല്ലേ ഗൈസ്? നമ്മുടെ റിയൽ ഇന്ത്യയിലുള്ള നമ്മുടെ ഡിഫൻഡർ എന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ ഈ ഒരു മൾട്ടിവേഴ്സിലുള്ള നമ്മുടെ ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളറാണ്. അതേപോലെ തന്നെ നമ്മുടെ BMW നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ഇന്ത്യയിലുള്ള റെഡ് ആണ്. ഓക്കെ, ഇവിടെ ഒരു ബ്ലാക്ക് ആണ്. ഓക്കെ, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ സിറ്റിക്കുണ്ട് കുറേ വ്യത്യാസങ്ങൾ കണക്ക് എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല നമ്മുടെ സിറ്റി. എൻ്റെ ആളി, നമ്മുടെ വീട് മാത്രം മൾട്ടിവേഴ്സിലല്ലാതെ വന്നോക്കെ, ബാക്കിയെല്ലാം വേറെയാണ്. എൻ്റെ ആളി, ഇതെന്തായാലും പൊളിയായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മൾട്ടിവേഴ്സിലാണ് കേസ് നിൽക്കണമെന്ന് വെച്ചാൽ. ഓക്കെ,
എന്തായാലും പൊളിയായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഈ ഒരു ഏതാണ് BMW നൈസായിട്ട് എന്തായാലും എടുക്കാം കൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ ആളിയാ നമ്മളെന്തായാലും മൾട്ടിവേഴ്സിലാണ് കേട്ടോ സംഭവം നിൽക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷെ എൻ്റെ ആളിയാ മൾട്ടിവേഴ്സ്, വാവ്, മൾട്ടിവേഴ്സിലാണ് കൈസ് നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ. ഓക്കെ, പക്ഷെ എൻ്റെ ആളി എന്തായാലും നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ എന്താ മൾട്ടിവേഴ്സിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, ഇവിടെ എന്തായാലും കുറേ ഐറ്റംസുകളൊക്കെ മിക്കവാറും എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് എന്തായാലും ബാക്കി ഏരിയ ഫുള്ളായിട്ട് എന്തായാലും ചുറ്റി കണ്ടു നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഈ ഏരിയ ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്ത് എന്തായാലും കണ്ടെന്തായാലും നോക്കാം കേസ്. ഓക്കെ ഓക്കെ കേസ്, ഇവിടെ എന്തായാലും കണ്ടോ ഒരു ഏതാണ് റെയിൽവേ സ്റ്റേഷന് കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ടൂളിൻ്റെ ഒരു സ്റ്റോർ കണക്കുണ്ട് കേട്ടോ. എൻ്റെ മോളോട് നമ്മുടെ മറ്റേ ഇത് പോകുന്നുണ്ടായി, നമ്മുടെ മറ്റേതാണ് മറ്റേ വന്ദേ ഭാരത് ബസ്, വന്ദേ ഭാരത് ബസ്സല്ലല്ലോ, വന്ദേ ഭാരത് ട്രെയിൻ പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ എൻ്റെ ആൾ ഇവിടെ ആയിട്ടുണ്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം കൊണ്ട്. എൻ്റെ ആൾ അതെന്തായാലും പൊളിയായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഇവിടെ ആയിട്ടൊരു ഫുട്ബോൾ സ്റ്റേഡിയം കണക്ക് എന്തായാലും ഉണ്ട്. ഓക്കെ, അതെന്തായാലും പൊളിയായിട്ട് തന്നെ ഉണ്ട്. എൻ്റെ മോനെ ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ഓക്കെ, ഇതാണ് ഗൈസ് ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറയണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് വണ്ടി കയറ്റാൻ പറ്റാട്ടെ, ഇപ്പോൾ വർക്കിംഗ് അല്ല. ഓക്കെ, കാരണം വെച്ചാൽ ഇപ്പം വേറെ ഇതൊന്നും തന്നെ നടക്കുന്നില്ല. ഓക്കെ, ഞാൻ അന്നെന്തായാലും നമ്മുടെ ഈ ഒരു സിറ്റി V1 നമ്മുടെ ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ വന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും ഒരു ഇവൻ്റ് പോലെ സംഭവം പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് റെഡ് കളർ ഹാർട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്തിട്ട് റെഡ് കളർ ഹാർട്ടിൻ്റെ ഇതുങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അറിയാൻ പറ്റും. അതേപോലെ നമ്മുടെ മെസ്സിയുടെ ആണെങ്കിൽ ബ്ലൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഓക്കെ, നമ്മുടെ നെയ്മറിൻ്റെ ആണെങ്കിൽ നമ്മുടെ ഏതാണ് യെല്ലോയിങ്ങളൊക്കെയാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് യെല്ലോ കളർ ഹാർട്ടുകളൊക്കെ നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു ലോഗോ പോലത്തെ ഒരു ഇമോജില്ല. ഓക്കെ, അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. പിന്നെ നമ്മുടെ മെസ്സിയുടെ എന്ന് വെച്ചാൽ ലൈറ്റ് കളർ ബ്ലൂകളൊക്കെയാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്തിട്ട് എന്തായാലും കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിലുകളൊക്കെ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ എംബാർപ്പ ഫാൻസുകളൊക്കെ എന്തായാലും ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഹാർട്ടിൻ്റെ ഒരു സിമ്പലുകളൊക്കെയാണ് എന്തായാലും സബ്സ്ക്രൈബുകളൊക്കെ എന്തായാലും ചെയ്തിട്ട് കമൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ലെവലായിട്ട് തന്നെയുള്ളൊരു സംഭവങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും എന്തായാലും മാക്സിമം എന്തായാലും ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കിയൊക്കെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് പറയണം. ഓക്കെ ഓക്കെ, എന്തായാലും ഇതെന്തായാലും കൊള്ളാം കേട്ടോ. എന്തായാലും ഈ സിറ്റിയിൽ എന്തായാലും ഇഷ്ടം പോലെ ഐറ്റംസ് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും എന്തായാലും പുതിയൊരു കിടിലൻ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു സ്റ്റോറി വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ. ഓക്കെ, എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ എന്തായാലും ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.